welcome back to my channel. അപ്പോ ആദ്യമേ ഞാൻ ഗുഡ് മോർണിംഗ് പറയണ്ട, നമുക്കൊരു വൈബാണ് ഗുഡ് മോർണിംഗ് പോലെ, പക്ഷേ ഇറ്റ്സ് നൂൺ, ഗുഡ് ആഫ്റ്റർനൂൺ പറയാം. ഗൈസ്, വീഡിയോ തുടങ്ങുന്ന മുമ്പ് നമ്മളൊരു ഓരോ ലുക്ക് നിങ്ങൾ കണ്ടാൽ നെറ്റുന്നാണ് ഞാൻ വിചാരിച്ചത്, പക്ഷെ നെറ്റൂലായിരിക്കും അല്ലെ? ഇതിനെന്താ ഞാൻ നിങ്ങൾ റെഡിയായി നിങ്ങളായിരിക്കും. എനിക്കെല്ലാം കൺഫ്യൂസ് ആയി പോയി ഓവറോൾ ലുക്കിന്റെ കാര്യം പറഞ്ഞപ്പോഴത്തേക്ക്. മൂന്നേരം നൈറ്റ് ഒക്കെ ഇട്ടിരിക്കുന്നത് നമ്മളിപ്പ രാവിലെ തന്നെ നമ്മൾ ആദ്യം ഉണ്ടായിരുന്ന റൂം തായ്ലൻഡ് വന്നിട്ട് ആദ്യം എടുത്ത റൂം വെക്കേറ്റ് ചെയ്തിട്ട് നമ്മളിപ്പോ 3rd ഫ്ലോറിലാണ് നിക്കുന്നത്. ഇപ്പൊ നമുക്ക് വേറെ റൂമാണ് ആക്ച്വലി. ആദ്യം എടുത്ത റൂം അത്ര ഒരു സുഖമില്ലേ, നമുക്ക് അത്ര ഇഷ്ടമായില്ല. അതായത് ആ ഡേറ്റിലൊന്നും ഫ്രീ ഇല്ല റൂംസ്. അപ്പൊ നമുക്ക് തൽക്കാലത്തേക്ക് നമ്മള് അത് എടുത്താണ്. അത് നമ്മൾ എത്ര ദിവസത്തേക്കാ? 3 നൈറ്റ് 4 നൈറ്റ് 3 നൈറ്റ് എന്ന് തോന്നുന്നു അല്ലെ? അപ്പൊ 3 നൈറ്റ്സിന് നമ്മൾ അതെടുത്ത് ഒരു സുഖമില്ലാതെ ഇരിക്കണായിരുന്നു. അതുകൊണ്ട് കൂടുതൽ വീഡിയോസ് അതിന്റെ ഉള്ളിൽ ഞാൻ ചെയ്തില്ല. 2 വീഡിയോസ് ചെയ്തു. 3 നൈറ്റ് അല്ലടാ, 19 നൈറ്റ് 20 21 22 22 4 നൈറ്റ് 4 നൈറ്റ് അത്ര സുഖമില്ല. പിന്നെ ഞാൻ അടുത്ത വീഡിയോ പേർക്ക് അത്ര ഇഷ്ടമില്ലായിരുന്നു. ബട്ട് സ്റ്റിൽ ഐ ജസ്റ്റ് വാണ്ടഡ് ടു ഷോ യു സംതിങ്. അങ്ങനെയൊക്കെ നമ്മൾ ഹോൾ വീഡിയോ ഒക്കെ ചെയ്ത് അതൊക്കെ കണ്ടെന്ന് വിചാരിക്കുന്നു, വിശ്വസിക്കുന്നു. ഗൈസ്, കണ്ടില്ലെങ്കിൽ പോയി കാണും. അതല്ല, പക്ഷെ നിങ്ങൾക്ക് ഐറ്റംസ് കാണാലോ നമ്മൾ എന്തൊക്കെ മേടിച്ചിട്ടുണ്ട്. അപ്പൊ ഇന്ന് നമ്മൾ രാവിലെ തന്നെ എണീച്ചിട്ട് വിളിക്കണോ എനിക്ക് വെക്കേറ്റ് ചെയ്യാൻ ഓൾറെഡി ആള് ക്ലീൻ ചെയ്യാനോടെ വന്ന് എത്തി. അപ്പൊ വേറെ റൂം എന്ന് പറയുമ്പോ ഇവരെ തന്നെ ബിൽഡിംഗ് ആണ്. U1 U2 U3 അങ്ങനെ സെക്ഷൻസ് ആണ് ഫ്ലോർ വൈസ്. അപ്പൊ നമ്മൾ U1ലായിരുന്നു. Now we are in U3. ഈ റൂം നമുക്ക് കേറിയപ്പോ തന്നെ ഭയങ്കര ഇഷ്ടമായി. നല്ല സ്പേഷ്യസ് ആണ്, നല്ല രസമുണ്ട് കാണാൻ, നീറ്റാണ്. അപ്പൊ ഐ തോട്ട് വൈ നോട്ട് നമ്മൾ വ്യൂവേഴ്സിന് കാണിക്കാതിരിക്കണ്ടല്ലോ അല്ലെ? കാണിക്കുന്നത് പറ്റും. മൊത്തത്തില് കൺഫ്യൂസ് ആണ്. അതന്നെ ഞാൻ കാണിച്ചു തരാം. അവിടെ തുടങ്ങാലോ. ഇതാണ് നമ്മുടെ ഡോർ, മെയിൻ ഡോർ. ഇതാണ് നമ്മുടെ മെയിൻ ഡോർ. പറഞ്ഞില്ലേ അവിടെ സ്റ്റെപ്പ് ചോദിക്കാം. ഇത് എങ്ങനെ ഓപ്പൺ? അത് തുറക്കണ്ട ആവശ്യമില്ല. നമ്മളവിടെ കേറി അത്രേ ഉള്ളൂ. ലെഫ്റ്റിൽ തിരിയുമ്പോ കേറുമ്പോ തന്നെ ലെഫ്റ്റിലേ നമ്മുടെ ഷൂറാക്കൊക്കെ അങ്ങനെയാണ് ആ ഫ്ലോയിൽ പോകുന്നത്. അവിടുന്ന് ലെഫ്റ്റ് നോക്കുമ്പോ ഷൂറാക്കിനോട് ചേർന്ന് തന്നെ നമ്മുടെ വാഷ്റൂം. ഗൈസ്, നിങ്ങൾ 5 മിനിറ്റിൽ തീർക്കുമല്ലോ. പിന്നല്ലാണ്ട് അങ്ങനെയൊക്കെയല്ലേ ചെയ്യേണ്ടത്. നമ്മുടെ സൈബുന്റെ ഷൂ ഉണ്ട്, എബുന്റെ ഷൂ ഉണ്ട്, 2 ഷൂ, ബേബിയുടെ ഷൂ ഉണ്ട്. അതൊക്കെ പറയണത്തിന് ഷൂറാക്കി എന്റെ കഴുതേ ഇതിനെ കൊണ്ട് തോറ്റില്ല. എന്നിട്ട് നമ്മൾ ഇങ്ങോട്ട് വരുമ്പോ വാഷ്റൂമിൽ നല്ല ലൈറ്റിംഗ് ഉണ്ട്. വാഷ്റൂമിൽ വേണം വീഡിയോ ചെയ്യാൻ. നിങ്ങളിപ്പല്ലേ കണ്ടത്? വാഷ്റൂമിന്റെ ലൈറ്റിംഗിൽ വി ആർ ലുക്കിംഗ് ഗുഡ്. വാഷ്റൂമിൽ നല്ല ലൈറ്റാ, നല്ല ലൈറ്റിംഗ്. No, I'm in zero makeup and look at that mirror. Cream പൊളിയാണ് കേട്ടോ baby. It's working like it's working like look. It's working like anything. അത് ഇനിയെങ്കിലും only lipstick. ഇനിയെങ്കിലും മെയിൻറ്റെയിൻ ചെയ്യണം. അതായത് അല്ലാണ്ട് നിർത്തിക്കളയരുത്. മെയിൻറ്റെയിൻ ചെയ്യണം. ഒരു വീക്ക്ലി ഏറ്റവും കുറഞ്ഞൊരു 2-3 ടൈംസ് എങ്കിലും ഗ്യാപ്പ് ഇട്ടേക്കണം. It's really working so well. ഞാൻ ലിപ്സ്റ്റിക് മാത്രമേ ഇട്ടിട്ടുള്ളൂ, നത്തിങ് എൽസ്. ലിപ്സ്റ്റിക് മാത്രമേ ഇട്ടിട്ടുള്ളൂ. ഗൈസ്, അപ്പൊ BB98 ക്രീം വേണ്ടവര് നമ്മുടെ താഴെ കാണുന്ന നമ്പറിൽ ഓർഡർ ചെയ്യാം. അല്ലെങ്കിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വാട്സപ്പ് വഴി ഓർഡർ ചെയ്യാൻ പറ്റും. ഗൈസ്, അപ്പൊ ഇവിടെ ഇതേപോലെ തന്നെ ഷാമ്പൂ, ഷവർ ജെല്ലി, അതേപോലെ തന്നെ മറ്റേ എന്താണ് ഇതിന് പറയണ ഹീറ്റർ. അല്ല, അതിനൊരു പറയുമല്ലോ, ഒരു പേര് പറയുമല്ലോ. എന്താണ്? ഗീസർ. അങ്ങനെയല്ലേ പറയുള്ളൂ. ഗീസർ മറ്റേ ഗ്യാസിൽ വർക്ക് ചെയ്യണല്ലേ? ആണോ? എനിക്കറിയില്ല. ഇത് വാട്ടർ ഹീറ്റർ. വാട്ടർ ഹീറ്റർ. ഗ്യാസ് ഇല്ല, ആക്ച്വലി ഇലക്ട്രിക്. അങ്ങനെയുണ്ടല്ലോ, എനിക്കറിയില്ലല്ലോ. ഞാൻ ഇതൊക്കെ എന്റെ പുതിയ അറിവാണ്. അല്ല, എനിക്കറിയില്ല. അതിന്റെ ഓപ്പറേറ്റർ പറയും, എനിക്കറിയില്ല. ഞാൻ അറിയാവുന്ന പോലെ നിൽക്കേണ്ട ആവശ്യമില്ല. എന്റെ വിശ്വാസം. ഇങ്ങനെയൊക്കെയല്ലേ നമ്മൾ പഠിക്കുന്നത്. തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കാം. ഓക്കെ. അപ്പൊ നമ്മുടെ സൈഗു ഡൈനിങ് ടേബിളിൽ ഇരുന്നിട്ട് രാവിലെ തന്നെ ബിരിയാണി കഴിച്ചോണ്ടിരിക്കുന്നു. ഗൈസ്, രാവിലെ അല്ലല്ലോ, ഇവിടുത്തെ ഉച്ച. സോറി, ഇവിടുത്തെ ഉച്ച നമ്മുടെ നാട്ടിലെ രാവിലെ. ഓക്കെ. ഈ ഡൈനിങ് ടേബിളിന്റെ ഈ അറ്റത്ത് നമ്മൾ ലേഡീസ് ഐറ്റംസ് വെച്ചിരിക്കുകയാണ് ഗൈസ്. ഇതിൽ കുറച്ച് ഇത് മേക്കപ്സ് അല്ല, കുറച്ച് ആക്സസറീസ് അങ്ങനത്തെ ഒക്കെ സാധനങ്ങൾ. ഇതില് നമ്മുടെ ആക്സസറീസ്, ക്ലിപ്സ്, all that things and full lipstick ആണ്. ഇതില്ലാതെ ലേഡീസ്ക്ക് ഒരു ലൈഫേ ഇല്ല ഗൈസ്. അതൊക്കെ പിന്നെ ഇതില് മേക്കപ്സ്
ഓക്കെ. ഇതില് സ്കിൻ കെയർ, ഇതിലും ടോയ്ലറ്ററീസ്, അങ്ങനെയൊക്കെ കുറച്ച് ഐറ്റംസ്. പിന്നെ ഇത് സൈഗോ എന്നറിയാലോ, സൈഗോ ബിരിയാണി കഴിച്ചോണ്ടിരിക്കും ഗൈസ്. അതല്ലേ ഞാൻ ഇപ്പൊ പറഞ്ഞത്. അത് സുനുവാണെന്ന് അറിയാലോ. സുനു കൈ കെട്ടി ബാക്കിൽ നിന്ന് നടക്കണത് ഗൈസ്. എന്റെ കൂടെ ഉണ്ടാവും. പിന്നെ നമ്മുടെ ക്യാമറ ഉണ്ട്. ബേബിയുടെ ചായ ആണ്, സോനുണ്ട് ചായ. എന്റെ ചായ കുടിച്ച് ബേബി നല്ല ചൂട്. ഇന്നലെ 7-11 പോയിട്ട് സോന് പോയിട്ട് മിൽക്ക് അതേപോലെ തന്നെ ഷുഗർ ഇതെല്ലാം വാങ്ങിച്ചു. കാരണം എന്താന്ന് വെച്ചാല് എനിക്ക് ഒരു ചായ കുടിച്ചെങ്കിൽ ഒരു സമാനം ഉണ്ടാവില്ല ഗൈസ്. സോറി ഗൈസ്, എനിക്ക് 7-11 പോയുള്ള വീഡിയോ എടുക്കാൻ പറ്റില്ല ബിക്കോസ് ഇറ്റ് വാസ് അർജന്റ്. ചായ വേണം, ചായ വേണം, പഞ്ചസാര വേണം, പിന്നെന്താണ് ചായ വേണം, പഞ്ചസാര വേണം, പിന്നെ എന്തൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. പാമ്പർ അർജന്റ് ആയിരുന്നു, അതായിരുന്നു മെയിൻ തിങ്. പിന്നെ ഒരു സാധനം എടുക്കാൻ മറന്നുപോയി, ഡിറ്റർജന്റ് എടുക്കാൻ മറന്നുപോയി. ഉള്ള ഡിറ്റർജന്റ് തീർന്നുപോയി. അപ്പൊ ഇന്ന് ഞാൻ പോവുകയാണെങ്കിൽ അല്ലെങ്കിൽ ഗ്യാപ്പ് ഇടുമ്പോ പോകണമെങ്കിൽ ഞാൻ ആ വീഡിയോ എടുക്കുന്നതായിരിക്കും. വിശാലമായ ഒരു വലിയ വീഡിയോ. അതെ ഗൈസ്, എനിക്ക് പിന്നെ 2 ദിവസമായിട്ട് എനിക്ക് ബ്രോ ഒട്ടും വയ്യായിരുന്നു ഗൈസ്. ഫുള്ള് എന്റെ സൗണ്ട് ഒന്നും ഇപ്പോഴും ശരിയായിട്ടില്ല. നല്ല തൊണ്ടവേന ക്ലൈമറ്റ് ചേഞ്ചിന്റെ ആയിരിക്കും. എബ്രുവിന്റെ നിങ്ങൾ കഴിഞ്ഞ വീഡിയോ എന്തെങ്കിലും കണ്ടല്ലേ, അവനെ നമ്മളെ ഹോസ്പിറ്റലിൽ ക്ലിനിക്കിൽ കൊണ്ടുപോകണതും മരുന്ന് വാങ്ങിക്കണത്. അവനിപ്പോ കുറവുണ്ട്, നല്ല കുറവുണ്ട്. പക്ഷെ എനിക്ക് കിട്ടി, എനിക്ക് നല്ല തൊണ്ടവേന, കോൾഡ്, ചെറിയൊരു പനി പോലെ. ഇന്നലെയൊക്കെ അത് കാരണം ഒരു ചായ കുടിച്ചിട്ട് കിടന്ന് ഉറങ്ങാൻ വേണ്ടി വിചാരിച്ചിട്ട് നേരത്തെ കിടന്ന് ഉറങ്ങി. അങ്ങനത്തെ അവസ്ഥയൊക്കെയാണ് എന്റെ. ക്ലൈമറ്റ് മാറിയതിന്റെ പ്രശ്നം. അപ്പൊ വാഷിംഗ് മെഷീൻ, ഈ വാഷിംഗ് മെഷീൻ ഓപ്പറേറ്റ് ആണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. നമ്മളവിടെ ഫ്രണ്ട് ലോഡല്ലേ, ഓട്ടോമാറ്റിക്, അത് ഈസിയാണ്. ഇത് എനിക്ക് അറിഞ്ഞൂടാ. സോനുവിനറിയാം. അല്ല ഈസി, ഇതിന്റെ അകത്ത് പ്രത്യേകിച്ച് അറിയാനൊന്നുമില്ല. പ്രത്യേകിച്ച് അറിയാനൊന്നുമില്ല. എല്ലാ സംശയം ചെല്ലുമ്പോ കുറച്ചേരം ഇങ്ങനെ നോക്കി. പക്ഷെ ഇംഗ്ലീഷ് ഉള്ളതുകൊണ്ട് കുഴപ്പമില്ല. തായ് ഭാഷ ഉണ്ട്, പക്ഷെ ഇംഗ്ലീഷ് ഇല്ലെങ്കിൽ നമ്മ പെട്ടു. എല്ലാവരും ഈ തായ് ഭാഷ ഉള്ളതുകൊണ്ട് കണ്ട ഈ സൈഡിലൊക്കെ തായ് ഭാഷയാണ് ഈ കുനുകുനുകുനാന്നിരിക്കണത്. ഈസി. ഈ വാഷിംഗ് മെഷീൻ ഒക്കെ ഉള്ളത് എന്തൊരു ഹെൽപ്പാണോ, ഹെൽപ്പാന്നറിയോ? ബിക്കോസ് എപ്പോഴും നമ്മൾ അങ്ങനത്തെ റൂം തന്നെ എടുക്കണം. ഡെയിലി നമ്മൾ ഇട്ട് മാറി വെക്കണ ടൈപ്പ് അല്ല ഗൈസ്. നമ്മളിപ്പോ അലക്കി ഇടുന്ന ടൈപ്പാണ്. അപ്പൊ അങ്ങനെ അല്ല, സുനോനെ എല്ലാവരും ഞാൻ തന്നെ എടുക്കണം, സൈബു എല്ലാം ഞാൻ തന്നെ എടുക്കണം. അപ്പൊ ഇത് വാഷിംഗ് മെഷീൻ. ഇവിടെ ആരാണ് നമ്മുടെ അല്ല ഇപ്പൊ ഞാൻ ഇട്ടതാണ് സൈബു ഫുഡ് കഴിച്ചതും ആ ചായ വെച്ചതും ഇട്ടത്. മേളില് നമ്മുടെ കപ്പൊക്കെ നിരത്തി ചെറിയൊരു വൈബില് ആർട്ടിഫിഷ്യൽ പ്ലാന്റ് ഒക്കെ ഉണ്ട്. നല്ല ഫോട്ടോ ഫ്രെയിം ഉണ്ട്. കൊള്ളാലോ, ഇതുകൊണ്ട് നമുക്ക് ഫോട്ടോ എടുക്കാൻ പറ്റൂല. ആ ചെടി ഇങ്ങനെ അടിയോടെ കുറച്ച് വെച്ചിട്ട് ഫോട്ടോ എടുത്താൽ അവൻ അതിന്റെ മറ്റേ ചിമ്മിനി. അവൻ ഓക്കെ, അതിന്റെ ചിമ്മിനി ഉണ്ട്, സെറ്റ് ചെയ്തിട്ടുണ്ട്. സോറി അവന്റെ ചിമ്മിനി അല്ലട്ടാ ഞാൻ ഉദ്ദേശിച്ചത്. ഇൻഡക്ഷൻ കുക്കറിന്റെ ചിമ്മിനി അല്ലല്ല, അതല്ല ഉദ്ദേശിച്ചത്. അല്ല അവന് പിന്നെ അതിന്റെ അടിയിൽ വെച്ചേക്കണാണ്. അല്ല ഞാൻ പറഞ്ഞപ്പോഴത്തേക്ക് അങ്ങോട്ടും കൂടെ മാറിപ്പോണ്ട. കെറ്റിൽ. ഹലോ അറിയട്ടാ, ചില ടൈമിൽ കൺഫ്യൂഷൻ ആക്കിയൊക്കെ അറിയാം. ഇതല്ല ടീക്കുള്ള ചായക്ക് വേണ്ടിയുള്ള സാധനങ്ങൾ. ഇവിടുത്തെ ചായപ്പൊടിയുടെ ഒരു മഞ്ഞ പ്രീമിയം ടീ വേറെ ഫ്ലേവറാണ്. വേറെ ഫ്ലേവറാണ്, പക്ഷെ നമ്മുടെ നാട്ടിലെ അത്ര ടേസ്റ്റ് ഇല്ല. തേയിലപ്പൊടിയാണ് വേറെ ആ ഫ്ലേവർ. തേയിലപ്പൊടി പക്ഷെ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. ഞാൻ പിന്നെ എനിക്ക് തൽക്കാലത്തേക്ക് ഒരു വാക്കൊരു സുഖം കിട്ടാൻ വേണ്ടി ഞാൻ പിന്നെ കുടിക്കണമെന്നേ ഉള്ളൂ. അത്ര വലിയ കുമ്മായില്ല. ദേവ് ചായ കുടിച്ചോണ്ടിരിക്കണ്ടി. ആ ചോക്ലേറ്റ് ഡ്രിങ്ക് ആണല്ലേ അവൻ എന്നെ പറ്റിച്ചത്. ഫ്രിഡ്ജ് ഓഫ് ആണോ? അല്ലല്ലോ, ലൈറ്റ് ഇല്ല, ബൾബ് പോയായിരിക്കും. അപ്പൊ ടീ മേടിക്കാൻ പോയിട്ട് ഇവിടത്തെ ആൾക്കാർ ടീ കുടിക്കല് കുറവാണെന്ന് തോന്നുന്നു. ഇങ്ങനെ ജിഞ്ചർ ടീ, ജാസ്മിൻ ടീ, അങ്ങനെ ഫ്ലേവർ. ഇവിടെ മിക്കവരും കോഫിയാണ് കൂടുതൽ. കോഫി ഒരുപാടുണ്ട്, പലതരം കോഫികൾ ഇൻസ്റ്റന്റ് ഉണ്ട്. അപ്പൊ ഞാൻ എന്ത് ചെയ്ത്, അവിടെ ഉണ്ടായിരുന്ന ഒരു ഹോട്ടയുടെ ജിഞ്ചർ ഹണിയുടെ എടുത്ത്. പക്ഷെ നല്ലതാണ് കേട്ടോ, വയറ്റിലൊക്കെ. എന്റെ പൊന്ന് ഗൈസ്, ഇന്നലെ രാത്രി ഈ സാധനം ഞാൻ ചായ കുടിച്ചു ഓൾറെഡി. എന്നിട്ട് ഞാൻ ഉറങ്ങി എണീറ്റിട്ട് ഇടക്ക് സോനു ചൂടുവെള്ളം, എനിക്ക് തൊണ്ടവേന എന്ന് പറയുമ്പോൾ ചൂടുവെള്ളത്തിൽ ഈ സാധനം കൂടെ കലക്കി എനിക്ക് തന്നിട്ടാ. ഞാനൊരു ഇവിടത്തെ ടൈം ഒരു 4:30 ആയപ്പോ ഇല്ലേ ഉറക്കത്തിൽ നിന്ന് എനിക്ക് ഭയങ്കര വയറുവേന എന്ന് പറഞ്ഞു. സഹിക്കാൻ പറ്റാത്ത പറഞ്ഞു ഒരു ഓട്ടോ എടുത്തു. പിന്നെ അടിച്ച് കലക്ക് ഫുള്ള് ലൂസ് മോഷൻ ആയി കേസില്ല. എന്നിട്ട് രാവിലെ പാടാൻ എന്റെ പൊന്നു സോനു മേലെ ഈ സാധനം എനിക്ക് കലക്കി തരണം. പക്ഷെ വയറ് ക്ലീൻ ആയി. ഇന്നലെ സൈക്കിൾ വാങ്ങിച്ചിട്ടോ പോയി.
വെച്ചിട്ട് കണ്ണിൽ വെച്ചിട്ട് അത് കാണിച്ചു കൊടുക്കാം വീഡിയോ. ഇത് നല്ല ജിഞ്ചർ എക്സ്ട്രാക്ട് അങ്ങനെയുള്ളതാണ്. വിറ്റമിൻ B1, ഹണി, 2, 3, 6 എല്ലാം ഉണ്ട്. എല്ലാം ഉണ്ട്. എല്ലാം ഉണ്ട്. മധുരവും എല്ലാം ഉണ്ട്. നമ്മ ചൂടുവെള്ളത്തിൽ കലക്കി കുടിച്ചത് വയറിന് നല്ലതെന്ന് പറയണ ഡൈജഷനും കാര്യങ്ങൾക്കൊക്കെ. അപ്പൊ നല്ലതല്ലേ? പക്ഷേ കൊള്ളാം. പക്ഷെ അത് എക്സ്പെക്ട് ചെയ്യാത്ത ഇത് അറിഞ്ഞോണ്ട് കുടിക്കണമെങ്കിൽ കുഴപ്പമില്ല. അറിയാണ്ട് കുടിച്ചു കഴിഞ്ഞപ്പോഴുള്ളൊരു ഐറ്റംസോട് ഭയങ്കര താല്പര്യം, ഭയങ്കര ഇഷ്ടമെന്ന് പറഞ്ഞിട്ട് സുനു എനിക്ക് വേണ്ടി ഈ ക്യൂട്ട് ആയിട്ടുള്ള വൈപ്സ്, വെറ്റ് വൈപ്സ് എപ്പോഴും യൂസ് ആക്കാനാണ്, എനിക്കല്ല. പക്ഷെ എനിക്ക് ക്യൂട്ട് ആയിട്ടുള്ള ഐറ്റംസ് ഇഷ്ടം. അപ്പൊ അവള് നോക്കി മേടിച്ചോണ്ട് വന്നത് 7-Eleven. നൈസ് പാക്കറ്റ് അല്ലേ? ഇഷ്ടമായി. എന്താ നിന്റെ പ്രശ്നം? സാക്ക് കൊറേ നേരം പൊക്കി പൊക്കി കാണിച്ചോണ്ടിരിക്കണ. അങ്ങോട്ട് അങ്ങോട്ട് സ്പേസുള്ള എടുത്തേക്കോ. അടി പറഞ്ഞു കൊടുക്കും. ഞാൻ എന്റെ കണ്ണിലെങ്ങനെ വന്ന് കൊള്ളട്ടത് ഗാർഡൻ മേത്തെ കൂടെ. അവിടെ ആ കോർണറിലേക്ക്, കോർണറില് കൊള്ളാം കൊള്ളാം. കുഞ്ഞേ വാലൊക്കെ എന്താ കുഞ്ഞി? ഇത് തായ്ലാൻഡിൽ വന്ന് ഇത് ഫസ്റ്റ് മേടിക്കണം. തായ്ലാൻഡ് വന്നത് മസ്റ്റായിട്ട് വാങ്ങിക്കണത്. അത് കൊള്ളാത്ത, അത് കൊള്ളാത്ത, എനിക്ക് ഇഷ്ടപ്പെട്ടു. ആ പാർട്ടി ഭാവിയിലെ ഇൻഫ്ലുവൻസർ ആയിരിക്കും. കഴിച്ചു ഓരോരു നോട്ടം. അല്ല ഇത് ഇങ്ങനെ ഓടിച്ചാൽ ടയറിൽ ഓടിപ്പോവും. അത് കാണിച്ച് താഴെ ഓടിച്ച് അത് ഞാൻ ഇന്നലെ കാണിച്ചില്ല. കാണിച്ചപ്പോൾ ഞാൻ മനസ്സിലാക്കിയത് താഴത്ത് കൂടെ ഓടിച്ചാൽ ടയറിലോട്. പക്ഷെ അത് നല്ല സ്പേസ് വേണം, സ്ഥലം. അല്ല, നല്ല സ്പേസ് ഉണ്ടെങ്കിൽ അത് അതിന്റെ ഫീൽ അറിയുള്ളൂ. അങ്ങനെ അല്ല അവിടെ അത് തന്നെ. അങ്ങനെയല്ല, അത് കറക്റ്റ് ആയിട്ട് വിട്ടാൽ നല്ല ലോങ്ങിൽ പോകും. ഓക്കെ, അപ്പൊ ഓക്കെ, ഇവിടെ നല്ല ഫോട്ടോ ഫ്രെയിം ഉണ്ട്. കൊള്ളാല്ലേ? പല ടൈപ്പ് ബട്ടർഫ്ലൈസ്. പിന്നെ ഇവിടെ ഒരു മിറർ ഉണ്ട്. എല്ലാം റെഡി ആയി കഴിഞ്ഞിട്ട് എങ്ങനെയുണ്ട് കൊള്ളാമെന്നൊക്കെ നോക്കാൻ പറ്റിയൊരു സംഭവം. ഓക്കെ, പക്ഷെ ഇതിന്റെ ഇടയ്ക്ക് പീസ് അടിക്കാൻ പോകുന്ന ചമ്മിപ്പോയി എന്നൊക്കെ പറഞ്ഞു. കുറച്ച് മിൽക്ക് പൗഡേഴ്സ്, റാഗി, ഉപ്പ്, കൽക്കണ്ട, ഓൾ ദാറ്റ് തിങ്സ്, ഓൾ ദാറ്റ് സ്റ്റഫ്. ഓക്കെ, അവനുണ്ട്. അവൻ എപ്പോഴും കൂടെ ഉണ്ടാവും. അവനെപ്പോഴും കൂടെ ഉണ്ടാവും. ഫ്രിഡ്ജിലൊന്നുമില്ല, കട്ടകൾ മാത്രമേ ഉള്ളൂ. മേടിച്ച കുറച്ച് ഡ്രിങ്ക്സ്. താഴത്തത് ബൾബ് പോയേക്കണേ. ആ കൊള്ളാം. ആൻഡ് ഇത് നമ്മൾ വാഷ് ചെയ്തിട്ട ഐറ്റംസ് ആണ്, ഡ്രസ്സസ് ആണ്. ഇത് പിന്നെ നമ്മുടെ മാപ്പിളയുടെ കുറച്ച് ടീഷർട്ട്, ജാക്കറ്റ്സ് ആൻഡ് ഓൾ, ബാഗ്, ഗാഡ്ജറ്റ്സ് ബാഗ്. പിന്നെ നിങ്ങൾക്ക് ഇന്ന് പുറത്തു പോകുമ്പോഴുള്ള ഡ്രസ്സുകൾ അല്ലേ? ടെമ്പിൾ ടുഡേ. അപ്പൊ നമ്മൾ വിചാരിച്ചു കുറച്ച് എത്നിക് വെയറിൽ പോവാം. അതെ, വാട്ടരൂൺ. അത് കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ നമ്മൾ പോകണമെന്ന് വിചാരിച്ചാ, പക്ഷെ നമ്മളത് പല പല ഏരിയയിലായി പോയി. അപ്പൊ ഈ പ്രാവശ്യമെങ്കിലും നമുക്ക് വാട്ടരൂൺ വിസിറ്റ് ചെയ്യണം. എന്താ വെച്ചാൽ ഇവിടെ വരുമ്പോഴത്തേക്കും മസ്റ്റായിട്ട് വിസിറ്റ് ചെയ്യേണ്ട ഒരു ടെമ്പിളാണ്. ഭയങ്കര രസമാണ് അവിടെ. ഒരു എന്താ പറയാ, ട്രഡീഷണൽ സംഭവങ്ങളൊക്കെ കാണാനൊക്കെ. ആ ടെമ്പിൾ തന്നെ കാണാൻ ഭയങ്കര ബ്യൂട്ടിയാണ്. ഇവിടുത്തെ പല ടെമ്പിൾസും നമ്മളിപ്പോ ജസ്റ്റ് ട്രാവൽ ചെയ്യുമ്പോൾ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ടെമ്പിളൊക്കെ കാണാറില്ലേ, നല്ല രസമാണ്. പിന്നെ കുറച്ച് എബുന്റെ ബാഗ്, ഇത് ഞാൻ എപ്പോഴും പുറത്തു പോകുമ്പോൾ ഇങ്ങനെ ഇടും, ട്രെക്കിംഗ് ചെയ്യുന്ന പോലെ. മെഡിസിൻസ്, പിന്നെ ഹെയർ ഡ്രയറും വാഷിംഗ് മെഷീനാണ്. അയൺ ബോക്സ് ഇവിടുത്തെ തന്നെ. മെഡിസിൻസ്, പിന്നെ ലാപ്ടോപ്പ്, ആർ ക്യാമറ. പിന്നെ ഇതൊക്കെ ഇവിടെ ജീൻ, എന്റെ ജീൻ, സോനുണ്ട്, സൽവർ. ഇതൊക്കെ ഞാൻ ആരെങ്കിലും ചോദിച്ചില്ലല്ലോ. അപ്പൊ രണ്ട് സ്റ്റാൻഡ്. സോ ഓവറോൾ അവിടെ ഒരു സോഫ ഉണ്ട്. അപ്പൊ ഇതിന്റെ ഒരു വൈഡ് കാണിച്ചു തരാം. ഉണ്ടല്ലേ, നമ്മളത് കയറി വന്ന ഡോറ്, അവിടുന്ന് ലെഫ്റ്റ് മറ്റേ വാഷ്റൂം, ഒരു കിച്ചൺ ഏരിയ, സെന്ററിൽ തന്നെ സോഫ സെറ്റ്, അതേപോലെ തന്നെ അവിടെ ഡൈനിങ് ഏരിയ, TV, ഒരു ഫാൻ ഉണ്ട്. ഇവിടെ സീലിംഗിലും എവിടെയും ഫാൻ ഇല്ല, എക്സ്ട്രാ ഫാൻ. അപ്പൊ നമ്മൾ ഇവിടുന്ന് വൈഡ് ഇങ്ങനെ നോക്കുമ്പോഴത്തേക്കും
2 റൂംസ് ആണ്. ഇതുണ്ടല്ലേ, ഇതുണ്ടല്ലേ, കണ്ട ആ 2 ഡോർ കണ്ടോ, 2 റൂംസ് ആണ്. അപ്പൊ വൺ സൈഡ് റൈറ്റ് സൈഡില് നമുക്ക് റൈറ്റ് സൈഡ് റൂമിലേക്ക് ഫസ്റ്റ് പോവാം. റൈറ്റ് സൈഡ് റൂമിന്റെ ഉള്ളില് 2 സിംഗിൾ ബെഡാണ് കിടക്കുന്നത്. 2 സിംഗിൾ ബെഡ് കിടക്കുന്നുണ്ട്. സോനു അപ്പൊ തന്നെ ഓടിപ്പോയി ലൈറ്റ് വൈബില്. ഇവിടുന്ന് പുറത്ത് കാണാം, പക്ഷെ നമുക്ക് അധികം കാണിക്കണ്ട, അതായിരിക്കും നല്ലത്. കാരണം അവിടെ നെറ്റ് ഇട്ട് വെച്ചേക്കണം, അധികം മര്യാദക്ക് കാണാൻ പറ്റില്ല ചുവന്നേര്. അല്ലേ, ഓക്കെ. അപ്പൊ നമുക്ക് അടുത്ത റൂമിലേക്ക് പോവാം അല്ലെ. അടുത്ത നമുക്ക് ലെഫ്റ്റിലുള്ള റൂം കാണിച്ചു തരാം. ഇത് ഡബിൾ ബെഡിന്റെ റൂം. ഇത് ക്യൂൺ സൈസ് 2 ബെഡ് ഇവിടെ ഈ റൂമിലുണ്ട്. തുടങ്ങും കുറച്ച് കണ്ട അവിടെ മറ്റേ അവിടത്തെ മണ്ണ് വരെ എടുത്ത് കാണിക്കും. നല്ല ലാമ്പാണ്. ജനലൊക്കെ അടിച്ചിട്ടുണ്ട്, നമുക്ക് നല്ലോണം കേൾക്കാൻ പറ്റും. അവിടെ AC റിമോട്ട് വെക്കാൻ ഒരു ഇതുണ്ട്. എന്തുവാടിയത്, ഇവിടെ നോ സ്മോക്കിംഗ് ബോർഡ് ഉണ്ട്. അല്ല അവള് കമന്റ് ചെയ്യലെന്ന് മേടിക്കാൻ വേണ്ടിയാണോ? അതെ, നടുവും തല്ലി വീണാനിപ്പ കണ്ടായിരുന്നു പോലോ. ഞാൻ കണ്ട് ഇത് ഇവിടുന്ന് ഇപ്പഴത്തേക്ക് ചാടിയാ തീറ്റി പോയി. ഭാഗ്യം വീഴാണ്. ഓക്കെ, അപ്പൊ ഇത്രയൊക്കെയാണ്. ഇതിന്റെ ഫ്ലോർ കണ്ട വുഡ് പോലെ തോന്നും, പക്ഷെ വുഡ് അല്ല അല്ലേ, ഇത് മറ്റേ നമ്മൾ ഞങ്ങൾ പറഞ്ഞപ്പോ കൺഫ്യൂസ് ആയി. അല്ല, ടൈലാണത്. അത് അങ്ങനത്തെ ഡിസൈനുള്ള ടൈലുണ്ട്. നമ്മൾ കിച്ചൺ ഇട്ടിട്ടുണ്ടല്ലോ. ഇതാണോ? നമ്മുടെ വീട്ടിലെ കിച്ചണില് ഈ സംഭവം ഇട്ടേക്കണം നമ്മള്. ബെഡ്ഷീറ്റ് ഒക്കെ ഒരു ഡോട്ട് ഡോട്ട് ആയിട്ടുള്ള ബെഡ്ഷീറ്റ്സ് ആണ്. എന്റെ പടച്ചോനെ, പ്ലെയിൻ ആണ്, ഉള്ളിൽ ഈ പെണ്ണിനെ കൊണ്ട് ഞാൻ തോറ്റി. നിങ്ങൾ ഇത് കണ്ടോ, നിങ്ങൾ അത് കണ്ടോ, ആരെങ്കിലും ഓർമ്മ വരുന്നുണ്ടോ? പക്ഷെ പറയുമ്പോ നിങ്ങൾ കണ്ടു, ഇത് നല്ല ടർക്കിയാണ്. ഇത് ഞങ്ങൾ കൊണ്ടുവന്നത് എവിടുന്നാണെന്ന് അറിയോ? നാട്ടിൽ നിന്ന് വന്നപ്പോൾ കൊണ്ടുവന്ന്. ഇത് ഒരു ബെഡില് 2 ടർക്കിയുണ്ട്. അതെ, ഇഷ്ടായി. മാഷുമിക്കാരെ കുറച്ചുകൂടെ പ്രായം ചിലപ്പോ അങ്ങനെയൊക്കെ സംസാരിക്കാൻ പോണേ. ഞാൻ എന്റെ പിള്ളേർക്ക് കല്യാണം കഴിയുന്നവരെ വ്ളോഗ് ചെയ്യും. എന്ത് പറഞ്ഞാലും എന്താ അത് കഴിയുമ്പോ നിർത്തുവോ? അങ്ങനെയല്ലേ പറയണ, നമ്മൾ മരണം വരെ വ്ളോഗ് ചെയ്യുന്നോണം പറയാൻ. അതായിരിക്കും വിറ്റ്, ഇപ്പോഴുള്ള വ്ളോഗൊക്കെ ആയിരിക്കും വിറ്റ്. കുഞ്ഞു മമ്മ കഴിച്ചോണ്ടിരിക്കുക. ഒടിഞ്ഞു വേണ്ട അത്. ഓക്കെ, അപ്പൊ ദാറ്റ്സ് ഇറ്റ് അല്ലെ. ഇത്രയൊക്കെയാണ് ഈ ഒരു റൂമിന്റെ വൈബ്. ഇനി നമുക്ക് ഉള്ള ഫുഡൊക്കെ കഴിച്ചിട്ട് റെഡി ആവാം പോവാൻ വേണ്ടിട്ട് അല്ലെ. ഇഷ്ടപ്പെട്ടു അല്ലെ? എനിക്ക് ഇഷ്ടപ്പെട്ടു. എങ്ങനെയുണ്ട് സുനു നമ്മുടെ ഈ പ്രാവശ്യത്തെ റൂം? അടിപൊളി. അപ്പൊ നമ്മൾ ബിരിയാണി ഓർഡർ ചെയ്തിട്ടുണ്ട് കഴിക്കാൻ. സൈബ് ഓൾറെഡി കഴിച്ചു. ഇനി ഞാനും സോനു സുനു കഴിക്കും. ബേബിക്ക് ഇപ്പൊ വിശപ്പില്ല. ബേബി മെയിൻ ചായത്തെ ആളായത് കൊണ്ടിട്ട് ചായ കുടിച്ചാ ചുമ കഴിച്ച. അപ്പൊ നമ്മൾ ബിരിയാണി കഴിക്കാൻ പോണം. പുലാവ് പോലെ ഉണ്ട് കണ്ടിട്ട്. പുലാവ് ബിരിയാണി അല്ല, ആക്ച്വലി എവിടെയോ ഒരു പ്രായത്തില് ബിരിയാണി പുലാവ് എന്നാ പറയാം. കാലിലിട്ടോട്ടാ ബോട്ടില് കുഞ്ഞി, കാലിലിട്ടിട്ട് കരയണേ. എന്താ തിന്നണ നിങ്ങളത്? മമ്മ വേണോ? ബിരിയാണിയാണോ? ബിരിയാണി
ബിരിയാണി മമ്മ വേണ? ബിരിയാണി മമ്മ വേണ? നോ, കൈ തരൂല. കൊടുത്തോ, വായിലിടും. അങ്ങനെ ഇഷ്ടം. ഇപ്പൊ അവൻ കയ്യിലെടുത്തിട്ട് ഇങ്ങനെ വായിലിടും, അതാ ഇഷ്ടം. ഓക്കെ, ഗുഡ് ബോയ്. കുറച്ച് നല്ല പീസ്, നല്ല പീസ് എന്ന് വെച്ചാൽ ചാക്ക ഇറച്ചി പീസാക്കി കൊടുക്കാൻ എല്ലാം ഇഷ്ടമല്ല ഗൈസ് അവർക്ക്. പിച്ച് എന്നെ തരാം. പോലെ കുഞ്ഞാവോട് ഇല്ലേ നമ്മളെ കൂടെ. കുഞ്ഞാവോട് പിച്ച് കൊടുക്കാൻ പറയണം. സോനു ഇല്ലേ ഞങ്ങള്? ഓ ഈ room lighting എല്ലാം കൊള്ളാം, അല്ലേ? നല്ലൊരു വൈറ്റ്, നല്ലൊരു സ്പേഷ്യസ് ഒരു അതന്നെ പറയാൻ എനിക്ക് വാക്കുകളില്ല. പ്ലേറ്റ് കട അഡ്ജസ്റ്റ് അല്ലെങ്കിൽ ഞാൻ പിന്നെ ഇവിടെ നിന്നൊക്കെ അറിയേണ്ടി വരും. ആ പിക്കിളായിട്ട് കഴിക്കാൻ അടിപൊളി ഇട്ടാ. പിക്കള് നല്ല ഇതുകൊണ്ട് ബോട്ടിൽ കേറിയിട്ട് മുന്നിടിച്ച് വീഴാനാണ്. ഈ ആൺപിള്ളേരൊക്കെ എല്ലാവർക്കും അതായിരിക്കും. ചാമ്പ് ഭയങ്കര പാവായിട്ടിരിക്കും എന്നാണ് തോന്നുന്നത്. ചില ഗേൾസിനൊക്കെ പറയാം പിന്നെ ഇവിടെ ഉണ്ട് പാവം. ചോദിച്ചു നോക്ക്, അമ്മച്ചി പറയേയില്ല ഒരിക്കലല്ലേ. സോനു സോനെ കൊണ്ട് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. എല്ലാ കയ്യിൽ ഒതുങ്ങുന്നതായിരുന്നു സോനു പണ്ട്. ഇപ്പൊ മൊത്തം മറ്റേ ഇപ്പൊ ടീനേജിന്റെ ഒരു ഹോർമോണൽ ഇവിടെ അതെടുത്ത് വെച്ച ഒരു 10-15 ആവുമല്ലോ. യെസ്, അതെല്ലാ വീട്ടിലും ഉണ്ടാവല്ലോ ഒരു ടീനേജ് ഇഷ്യൂ. സൈഗുര് പിന്നെ പറയാം. ഡാഡടുത്ത് പോയിക്കോന്നു. ഞാൻ കഴിക്കട്ടെ. ആക്ച്വലി 3 പാവ തന്നെയാണ്, പക്ഷെ 3 ഡിഫറെന്റ് ക്യാരക്ടറാണ്. അല്ല, ആരും പിള്ളേരെ പരിചയപ്പെട്ടാൽ എല്ലാരും പറയണത് 3 പാവവും 3 സാധാരണ കുട്ടികളെക്കാട്ടും മെച്ചോർഡാണ്. എങ്ങനെയോട് ചില സമയത്ത് സൈവനെ കൊണ്ട് എനിക്ക് തലവേദന അങ്ങനെ ഒന്ന് പറയണ്ട ആന്റി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോ പറയും. ഞാനിപ്പോ രണ്ടാമത് പോണേ. ആ, അങ്ങനെ വല്ലതും പറഞ്ഞ സാധാരണ പിള്ളേരൊക്കെ വെച്ച് നോക്കുമ്പോ ഈ പിള്ളേരെല്ലാം പാവമാണ്, മെച്ചോർഡാണ്, പറയണ അനുസരിക്കണുണ്ട്. പക്ഷെ അതിനെക്കോട്ട് വലിയ ലെവലിലായിരിക്കും ഞാനും ഇങ്ങനെ ഉദ്ദേശിക്കണം. പറഞ്ഞ അപ്പൊ തന്നെ പൊക്ക അങ്ങനെ. സൈഗുലൊക്കെ ശോഭനാണെങ്കിൽ എല്ലാരും പറയും ഇല്ല സാധാരണ പിള്ളേരൊക്കെ ശോഭനയൊക്കെ കുറവാണെന്ന്. പക്ഷെ എനിക്കിങ്ങനെ പറയണത് ഞാൻ പറയണ ആ ഇതിൽ നിൽക്കണം. അത് പച്ചല്ലേ ഇടയ്ക്ക് പശുവിന്റെ പറയുന്നത് എന്തോ നിൽക്കുന്ന പ്രാന്താണ് അവരുടെ അടുത്ത് എത്രയും വെച്ചെടുത്തോണ്ട് കഴിയും. പിന്നെ പറയണ കേൾക്കണ്ടേത് സൈക്കോന്ന് വിളിച്ചു നോക്കണ്. ആരാണ് പറയണേ? കാണിക്കുന്നുണ്ട് പൈസ കാണിച്ചോ. ഇവര് 3 പേരെടുത്താണെങ്കിൽ ഒരു എക്സ്റ്റെന്റ് വരെ ഞാൻ ഭയങ്കര കാമായിട്ടായിരിക്കും ബിഹേവ് ചെയ്യണം. ഒരു എക്സ്റ്റെന്റ് കഴിഞ്ഞു പോയ മാക്സിമം വരെ ഞാൻ ഭയങ്കര കാമായിട്ടായിരിക്കും 3 പേരുടെ അടുത്തും ബിഹേവ് ചെയ്യണം. ബിക്കോസ് എനിക്ക് ഇഷ്ടമല്ല തൊട്ടേക്ക് പിടിച്ച കൊച്ചെടുക്കാനും ഇതാക്കാം. എന്റെ സബർ കഴിഞ്ഞു പോയ ഇന്നലെ എപ്പോഴും ഞാൻ നല്ല വയലണ്ടായിരുന്നു. ബിക്കോസ് അത്രയൊക്കെ എനിക്ക് ക്ഷമ ഇട്ടുപോയി ലാസ്റ്റ്. ഭയങ്കര വാശിയായിരുന്നു. ബിക്കോസ് പബ്ലിക്കിലായിരുന്നു, അവന് പറ്റിയില്ല. ക്രൗഡ് ഞാൻ അവന്റെ പ്ലേസിലിരുന്ന് മനസ്സിലാക്കും അവന്റെ സിറ്റുവേഷൻ. എന്നിട്ട് ഞാൻ കാമാക്കാൻ നോക്കുമ്പോ ഹി വാസ് ലൈക്ക് കയ്യിൽ നിക്കണില്ല. നിലത്ത് പോകും ടാൻട്രംസ് കാണിക്കുന്നു. അവന് മനസ്സിലാവും ഞാൻ വരണം. ബിക്കോസ് ഐ ഡോണ്ട് ഡു ദാറ്റ് ഓൾവേസ്. അപ്പോ ഒറ്റയടിക്ക് തന്നെ ബിഹേവ് ചെയ്യുമ്പോൾ ഹിൽ ഗെറ്റ് ടു നോ ദാറ്റ്. അപ്പൊ അവനൊന്നും ഇടയ്ക്ക് മമ്മി ഉമ്മി എന്തൊക്കെയോ വിളിക്കും. അവനിനെ എന്ത് വിളിച്ചിട്ട് കൺഫേം ആക്കി എനിക്ക് അറിഞ്ഞൂടാ. മമ്മി എന്ന് വിളിക്കുമ്പോ തന്നെ അസുഖന്റെ ഫേസിൽ വേണ്ട മശുമി എന്ന് വിളിപ്പിക്കരുത്. കാരണില്ല. സുഖങ്ങളെ പറയാനുണ്ടോ? സുഖങ്ങളെ എന്തെങ്കിലും ശരി മാത്രമേ ഉള്ളൂ. ഞാൻ ബിരിയാണി സ്പൂൺ കഴിക്കുന്ന ആളേ അല്ല. പക്ഷേ സ്പൂൺ കഴിച്ചെന്തോ ഞാൻ പീസ് ഇല്ലാത്തതുകൊണ്ട് സ്പൂണിൽ കഴിച്ചു. പീസ് ഇല്ലാത്ത ഫുഡ് മീൻസ് എനിക്ക് പീസ് കഴിക്കണ്ടായിരുന്നു. രസം ഉണ്ടാവൂല. കാണിച്ചു കൊടുക്കണി. ഇന്നലെ നെയില് അമ്മ ചെയ്ത് കൊടുക്കാം. ഇന്നലെ ഞാൻ സെറ്റാക്കി കൊടുത്ത ഞാൻ അങ്ങനെ ഒരു നെയിൽ ആർട്ടിസ്റ്റും ആയിട്ടും
സ്റ്റിക്ക് ഓൺ. ഇത് നല്ല സ്റ്റിക്ക് Press on nails. പ്രസ് ഓൺ നെയിൽസ് മീൻസ് കൊള്ളാലോ ഒരു അതല്ല പറഞ്ഞ നിങ്ങൾക്ക് ഇഷ്ടമല്ലല്ലോ, എനിക്ക് ഇഷ്ടമായി. എനിക്ക് എന്ത് ഇതിന് ചേരലാന്ന് ഞാൻ പറഞ്ഞ എന്റെ എങ്ങനെയാന്ന് പറ ഗമ്മോളത്തെ സാധനം നെയിലൊട്ടിച്ച് ഫസ്റ്റ് മീൻസ് നെയിൽ ഫുൾ കട്ട് ചെയ്തല്ലോ. വീഡിയോ എടുക്കണമായിരുന്നു. ഞാൻ ബിസി ആയി പോയില്ല. ഞാൻ അടുത്തരാം. അല്ല അടുത്ത പ്രാവശ്യം ഞാൻ മഷൂർ എനിക്ക് ചെയ്ത് കൊടുക്കാൻ നന്നായിട്ട് ഫുള്ള് ഇങ്ങനെ പറ്റക്ക് നമുക്ക് ഇവിടെ ചെയ്യാം. ഇവിടെ നല്ല രസമുണ്ട്, ഇവിടെ ചെയ്യാം. ആശ്മി അപ്പൊ ചെയ്യണം കേട്ടോ പോണേന് മുമ്പ്. അപ്പൊ ഇന്ന് വേണ്ടല്ലോ. അല്ല പോണേന് മുമ്പ് മീൻസ് ഇവിടുന്ന് മീൻസ് ബാങ്കോക്കിൽ പട്ടായിലോട്ട് പോകുന്നുള്ളൂ. എനിക്കിനി ഒരു നെയിലും കൂടെ ഉണ്ട്. ഞാനും മേടിച്ചായിരുന്നു ഒരെണ്ണം. എന്റെ ഒരു റെയിൻബോ കളറാ. ഞാൻ ഗോൾഡൻ ഓറഞ്ച് യെല്ലോ അങ്ങനെ ഒരു മിക്സ്ഡ് കളറിലാണ് ഞാൻ മേടിച്ചത്. അത് ഇതുപോലെ തന്നെ നെയിലൊക്കെ ക്ലിയർ ചെയ്തിട്ട് ഇതിന്റെ കൂടെ ഒരു ഗമ്മ. നമ്മൾ ആദ്യമായിട്ടാണ് ഇത് ചെയ്യണത്. എപ്പോഴും വിചാരിക്കും മേടിക്കണമെന്ന്. പക്ഷെ ഇവിടെ വന്നപ്പോ ഇങ്ങനെ കുറെ കണ്ടപ്പോ ഭയങ്കര ആഗ്രഹമായി അങ്ങനെ ഒട്ടിച്ചു നോക്കണമെന്ന് നഖത്തില്. ഞാൻ എന്നെയും മേടിക്കും. ഞാൻ ഒരെണ്ണം മേടിച്ചോളൂ. എനിക്ക് എങ്ങനെ ഉണ്ടാവുന്നുള്ള അറിഞ്ഞൂടാ. ഞാൻ ഒന്നിപ്പൊ ഉണ്ട്. ഇപ്പൊ എനിക്ക് 1-2 മേടിക്കണം. സുനുവിന്റെ കയ്യിൽ ഒട്ടിച്ചപ്പോ നല്ലതുണ്ട്. അപ്പൊ എനിക്ക് ആഗ്രഹമായി ഈ നെയിലൊക്കെ ക്ലിയർ ചെയ്ത് ബഫ് ചെയ്ത് ഫയൽ ചെയ്ത് എന്നിട്ടൊരു വൈപ്പ് ഉണ്ട്. വൈപ്പ് വെച്ച് അത് തുടങ്ങും. നീ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. നല്ല രസമുണ്ട്. ഒക്കെ ഇങ്ങനെ വെച്ച് പെർഫെക്ഷൻ ഉണ്ട്. അല്ല ഇങ്ങനെ ഇവിടെ തന്നെ അടിക്കേ. അങ്ങനെയാ പറ്റൂല. ആ കൈ കാണിക്കാൻ പറ്റും. അങ്ങനെയാ എനിക്ക് ഭംഗി ഉണ്ടാവില്ല. 2 കൈയും കാണിക്കും. 2 വിരലും. നല്ലുണ്ട്. മാഷാഅല്ലാ. കൊള്ളാം. ഞാൻ എന്താ പറയാൻ പോയാ, ഞാൻ മേടിച്ചത് ചട്ടുചക്ക് മാർക്കറ്റിൽ നിന്നാണ്. അവിടെ കുറവെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ മേടിച്ചത്. പക്ഷെ ഇന്നലെ സുനു എവിടെ നിന്നാണ്? പ്ലാറ്റിനമാ. ഞാനും മേടിച്ചായിരുന്നു പ്ലാറ്റിനമാ. ഇന്നലെ ഞാൻ പ്ലാറ്റിനം മേടിച്ചു. അതും 180. ഒരെണ്ണത്തിന് 280, ഒരെണ്ണത്തിന് 250. ബാത്താണ് 180 ബാത്ത്. അപ്പൊ എനിക്ക് കുറച്ച് സങ്കടമായി. അവിടെ നിന്ന് മേടിച്ചപ്പോ 250. എനിക്ക് 250. ഒരെണ്ണം 280 and 150. ഞാൻ 250 മേടിച്ചു ചട്ടുചക്കില്. പ്ലാറ്റിനം നല്ലായിരുന്നു. ഈ മേടിക്കിനെ 180 ബാത്ത് എന്ന് പറയുമ്പോ എത്രയാണ്? 400 സംതിങ്. ഇവിടെ എത്രയായിരുന്നു? പ്ലാറ്റിനം 180. അവിടെ നിന്ന് 200 സംതിങ് ആയല്ലേ? 250. ഒരെണ്ണത്തിന് 250, വേറൊരു ക്വാളിറ്റി 280. 180 ബാത്തിനാണ് മേടിച്ചത്. ഇവിടുന്ന് ഞാൻ ഒരെണ്ണം മേടിച്ചു. ഞാൻ മേടിച്ചത് മുന്നേ പറഞ്ഞില്ലേ ഒരു മൾട്ടി കളർ വന്ന ഒരു ആക്രിലിക്. ആക്ച്വലി പ്ലാറ്റിനം മേടിച്ചാൽ കൂടുതൽ ക്വാളിറ്റി എന്താണെന്നറിയോ? പല പ്രസ് നെയിൽസിലും മറ്റൊരു തന്നെ വന്നതിനും ഒട്ടിച്ചിട്ട് നമ്മളത് പീൽ ചെയ്തിട്ട് ഈ നെയിൽ വെക്കണത്. പക്ഷെ മറ്റത് എനിക്ക് തോന്നണ ഗ്ലൂ നമ്മള് നെയിലിട്ടിട്ട് അതിനെ വെക്കണേ. അപ്പൊ എനിക്ക് തോന്നുന്നു ക്വാളിറ്റി വൈസ് പ്ലാറ്റിനം ചട്ടിച്ചക്കി മേടിച്ച് അതില് ഗ്ലൂ ഉള്ളത് കയ്യിലിട്ടിട്ട് അങ്ങനെ ആയിരിക്കും. അപ്പൊ എനിക്ക് തോന്നുന്നു ക്വാളിറ്റി വൈസ് പ്ലാറ്റിനം മേടിച്ചതാണ് നല്ലത്. ഇത് ഗ്ലൂവിന് കൂടുതൽ നിക്കുമെന്നാണ് എനിക്ക് തോന്നണത്. എനിക്ക് ഇത് കൂടുതൽ നിക്കണ പോലെ തോന്നണ്ട. എന്താണെന്നറിയോ? അല്ല ഇത് നിക്കും. ഇവര് ആക്ച്വലി പറയണത് ഒരു 3-4 days നിക്കുമെന്നാ പറയണ. ഇങ്ങനെ നമ്മ കെയർ ചെയ്യുന്നതനുസരിച്ച് കൂടുതൽ നിൽക്കും. നമ്മുടെ കയ്യിലൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോഴത്തേക്കും പോവല. അപ്പൊ നോക്കാം. സുനു ഇപ്പൊ അങ്ങനത്തെ ഹെവി പണിയൊന്നും ഇല്ലല്ലോ. വാഷിയായിട്ടൊക്കെ അങ്ങനെയൊന്നുമില്ല. അല്ല ആക്ച്വലി ഈ ഗ്ലൂവില് ഞാൻ വീഡിയോസിലൊക്കെ കണ്ടപ്പോഴത്തേക്ക് വാഷ് ചെയ്യാ ഒരു പാത്രമൊക്കെ കഴുകിയിട്ട് നിക്കുമെന്നൊക്കെ. നീ ഒരു റീലൊക്കെ കണ്ടിട്ടില്ലേ? നെയിൽ എക്സ്ചേഞ്ച് ചെയ്യുന്ന ആൾക്കാരുടെ ഇത് കഷ്ടപ്പാട് കാണിക്കണം. കോമഡി റീൽ കഷ്ടപ്പാട്. അപ്പൊ അതുപോലത്തെ സംഭവമാണ് ഈ നെയില്. പിന്നെ ഞാൻ കണ്ടായിരുന്നു ഒരു ഷീറ്റ് കണ്ടില്ല അമ്മ നെയില്. അതെങ്ങനെയാന്നറിയോ? ഇങ്ങനെ ഒട്ടിച്ചിട്ട് നമ്മ കട്ട് ചെയ്ത് ഷേപ്പില് ചെയ്യണ പോലെ ഷേപ്പ് ചെയ്യണം. അതും കുഴപ്പമില്ല. പണിയുണ്ട്. പക്ഷെ നമുക്കിങ്ങനെ ഒട്ടിച്ചിട്ട് ഷേപ്പിലോട്ട് വെട്ടിച്ചിട്ട് ഷേപ്പാക്കുക. അങ്ങനെയാണ് സംഭവങ്ങള്. പിന്നെ വേറെന്തോ ഉണ്ടോ? വേറെ ഒന്നുമില്ല. ബാക്കിയെല്ലാം ഉണ്ട്. പറയൂ. സുനു ഫിൽഡ് അടിപൊളിയായിരുന്നു. ഞാൻ ഇനി റെഡി ആവാൻ പോണു ഗൈസ്. അപ്പൊ നിങ്ങളും റെഡി ആയിക്കോ പെട്ടെന്ന് കഴിച്ചിട്ട്. ലെറ്റ്സ് ഗോ ടു വാട്ടർ. അവിടെ പോണ്. അല്ല ബേബി, വാട്ടർ വാട്ട് പോവാ? വാട്ടർ നോട്ട് വാട്ട് പോ? വാട്ടവർ നമ്മൾ പോയി. അതന്നെ വാട്ടവർ. നമ്മ അവിടെ എവിടെയും പോയില്ലെങ്കിൽ വേറെ സ്ഥലത്ത് പോകുന്നതായിരിക്കും. ഇല്ല, നമ്മളെന്തായാലും പോകും. ഗുഡ് ടൈം നാളെ അങ്ങനെ സെപ്പറേറ്റ് ആണോ നോക്കാം നമുക്ക്. എന്തായാലും ലെറ്റ്സ് ഗെറ്റ് റെഡി ആൻഡ് വിൽ ഡിസൈഡ്. ഓക്കെ ഗൈസ്, റെഡി ആയിട്ട് നമ്മൾ ഒരു ഓവറോൾ ലുക്ക് നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ. എന്നിട്ട് നമുക്ക് വേണ്ട ചെയ്യാം.
സോ ഗൈസ് വി ആർ റെഡി. നമ്മളിങ്ങനെ മിററിൽ കാണിക്കുന്നേക്കാളും ബേബി നമ്മളെ കാണിച്ചു തരുന്നതായിരിക്കും നല്ലത്. നമ്മളെല്ലാരും എത്നിക് വെയറിലാണ്. ജസ്റ്റ് മിനിറ്റ് ബ്രോ അത് കാണിച്ചു തരൂ. ബ്രോക്കോ കൈക്കാൽ കെറിച്ചിരിക്കും. എങ്ങനെ ഫുൾ സൈസ് കാണിക്കണം? നമ്മളൊരു ടെമ്പിൾ ഈ ഒരു ഞാൻ ചുമ്മാ എടുക്കില്ല ഫോട്ടോ എടുക്കുമ്പോ. ഇപ്പൊ സിമ്പിൾ ആയിട്ട് ഇട്ടെന്നുള്ളൂ. ഇത് സോനു വരാത്ത സോനുവിന് ഇങ്ങനത്തെ ടൈപ്പ് കോസ്റ്റ് ഉണ്ട്, പക്ഷെ സോനു എടുത്തില്ല കൈസ്. സോനു പിന്നെ പതിവ് പോലത്തെ കാര്യങ്ങളൊക്കെ ആവർത്തിച്ച് സെയിം കോസ്റ്റ് 3 വാങ്ങിച്ചു കൊടുത്തത്. എന്നിട്ട് അതൊന്നും എടുത്തില്ല, ഇവര് മാത്രം എടുത്തിട്ട് പോന്നു. എന്താണ് പറ, ഇങ്ങനെ എന്താ ചെയ്യണ്ടേ? അപ്പോ ഇന്നത്തെ എന്റെ വ്ലോഗ് ഇത്രേ ഉള്ളൂ. ഇപ്പൊ നമ്മൾ വാട്ടർ റൂം അല്ലെ, വാട്ടർ റൂം ടെമ്പിളിലോട്ട് പോവും. അവിടെ വ്ലോഗ് ഒക്കെ എടുക്കും, നേരെ കാണിക്കാൻ വേണ്ടി നമ്മളും കാണും. പിന്നെ ഫോട്ടോസ് ഒക്കെ എടുക്കാനുണ്ട്. ഈ ഡ്രസ് ഒക്കെ ഇട്ടിട്ട് എന്നിട്ട് ഓടിയിട്ട് ഇങ്ങോട്ട് വരണം മാറാൻ വേണ്ടിട്ട്. ഇത് ഇട്ടിട്ട് കറങ്ങാൻ വയ്യ ഗൈസ്. അപ്പോ ദാറ്റ്സ് ഇറ്റ് ഫോർ ടുഡേ. അവിടെ രണ്ടെണ്ണം നോക്കി ഓടി പനി അടിച്ച് സൗണ്ടും പോയി എല്ലാം പോയി. അവിടെ അവിടെ പിള്ളേരാ കളിച്ചുകൊണ്ടിരുന്നത്. മാറിക്കോട്ടെ മാറിക്കോട്ടെ, കളിക്കുന്നത് കാണിക്കട്ടെ. ഓക്കെ പിടിച്ചു. Okay, back camera. Come girls, let's wind up the video. ഇതാണ് കറക്റ്റ്. അപ്പോ യെസ് ദാറ്റ്സ് ഇറ്റ് ഫോർ ടുഡേ. നമ്മളെല്ലാവരും റെഡിയാണ്. ഇനി പോയിട്ട് പൊളിക്കാം നമുക്ക്. അപ്പോ പൊളിക്കുന്ന വീഡിയോ എന്തായാലും ഇനി ബേബിയുടെ ചാനൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. So you guys stay tuned. We'll see you in our very next video. Bye.